അഭിമന്യുവിന്റെ കുടുംബത്തിന് സിപിഐഎം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വട്ടവടയിൽ നടന്ന ചടങ്ങിൽ പാർട്ടി സമാഹരിച്ച ധനസഹായവും മുഖ്യമന്ത്രി അഭിമന്യുവിന്റെ കുടുംബത്തിന് കൈമാറി. ഇപ്പോൾ സമീർ ചേരുന്നുണ്ട് വട്ടവടയിൽ നിന്ന്. സമീർ, ഏറെ വൈകാരികമായ നിമിഷങ്ങൾ, ഒരുപക്ഷെ വട്ടവടയോടൊപ്പം കേരളവും വിതുമ്പുന്ന സാഹചര്യമാണ്. ആ ചടങ്ങിന്റെ വിശദാംശങ്ങളൊപ്പം അഭിമന്യുവിന്റെ പേരിൽ വായനശാല കൂടി അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിന്റെ പ്രവർത്തനവും അതിന്റെ ഉദ്ഘാടനവും അല്പസമയത്തിനകം നടക്കും. വിശദാംശങ്ങൾ. വളരെ വൈകാരികമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ് വട്ടവടയിൽ നടന്നത്. അഭിമന്യുവിനെ തീവ്രവാദികൾ ക്രൂരമായി കൊല ചെയ്ത സംഭവം. അതുകൊണ്ട് തന്നെ അഭിമന്യുവിന്റെ ഓർമ്മകൾ ജ്വലിച്ചു നിന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമന്യുവിന്റെ കുടുംബത്തിനായി സിപിഐഎം നിർമ്മിച്ചിട്ടുള്ള വീടിന്റെ താക്കോൽദാനവും ഒപ്പം തന്നെ പാർട്ടി സമാഹരിച്ച തുകയുടെ ധനസഹായവും മുഖ്യമന്ത്രി നൽകിയത്. 1256 ചതുരശ്ര വിസ്തീർണമുള്ള വീട് മുഖ്യമന്ത്രി അതിന്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിന്റെ ആധാരം ഉൾപ്പെടെയുള്ള രേഖകളും ഒപ്പം തന്നെ അവരുടെ കുടുംബത്തിന് വേണ്ടിക്കൊണ്ട് സമാഹരിച്ച തുകയുടെ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ സ്ഥിര നിക്ഷേപം എന്ന നിലയിൽ 24 ലക്ഷത്തോളം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ബാങ്കിന്റെ പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകളും മുഖ്യമന്ത്രി ഈ അഭിമന്യുവിന്റെ കുടുംബത്തിന് കൈമാറി. വലിയ രീതിയിലുള്ള ഒരു സങ്കടം നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും അഭിമന്യുവിന്റെ സുഹൃത്തുക്കളെയും ഒപ്പം തന്നെ അഭിമന്യുവിന്റെ സഹപാഠികളെല്ലാം തന്നെ കണ്ടപ്പോൾ അവരുടെ അമ്മ ഭൂപതി വളരെ വൈകാരികമായിക്കൊണ്ട് വളരെ വലിയ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അഭിമന്യുവിന്റെ ഈ ഒരു വിയോഗത്തിൽ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സിപിഐഎം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളതും ഇനി കരഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനപ്പുറത്ത് ഈ വേദന കടിച്ചമർത്തുന്നതോടൊപ്പം വർഗീയവാദികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുന്നോട്ട് വരണം എന്നുമാണ് മുഖ്യമന്ത്രി ഈ കുടുംബത്തോട് നിർദ്ദേശിച്ചത്. അതോടൊപ്പം തന്നെ വർഗീയവാദികൾക്ക് വളരാനുള്ള മണ്ണായി കേരളത്തെ മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഒരു വിധത്തിലും ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകില്ല. അത്തരക്കാർക്കെതിരെയും അവർക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അതിന് വിവിധ സ്ഥലങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ച് നിൽക്കണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും ഏറെ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഈ ചടങ്ങുകൾ നടന്നത്. ജൂലൈ 2-നാണ് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന 2ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിനെ SDPI തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സിപിഐഎം ഏറ്റെടുക്കുകയായിരുന്നു. അഭിമന്യുവിന്റെ സഹോദരി കൗസല്യയുടെ വിവാഹം നടത്തിക്കൊടുത്തത് സിപിഐഎം തന്നെയാണ്. 10 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ആയിരുന്നു ഈ വിവാഹം നടത്തിക്കൊടുത്തത്. ഒപ്പം തന്നെ അഭിമന്യുവിന്റെ സഹോദരനായിട്ടുള്ള പരിചയത്തിന് സിപിഐഎം ജോലി നൽകുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായാണ് അഭിമന്യുവിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്ന നല്ല ഒരു വീട് എന്ന പൂർണ്ണീക്കുന്നതിന് വേണ്ടിക്കൊണ്ട് സിപിഐഎം മുന്നിട്ടിറങ്ങുകയും ധനസമാഹരണം നടത്തിക്കൊണ്ട് ആ വീട് നിർമ്മിക്കുകയും ചെയ്തത്. 1286 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചത്. കൊട്ടമ്പൂർ വട്ടവട റോഡ് സ്ഥലം ഇതിനു വേണ്ടി സിപിഐഎം വാങ്ങുകയും അവിടെ വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നുകൊണ്ട് ആ കുടുംബത്തിന് വീടിന്റെ താക്കോൽദാനവും അതോടൊപ്പം തന്നെ കുടുംബത്തിനായി സമാഹരിച്ച സഹായ നിധിയുടെ കൈമാറ്റവും നടത്താൻ പാർട്ടിക്ക് കഴിഞ്ഞു. മുഖ്യമന്ത്രി സഹായനിധി അപ്പൻ സമീറാണ് വട്ടവടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റൊരു പ്രധാന വാർത്ത കൂടി ഇപ്പോൾ ലഭിക്കുന്നു. കമ്പ്യൂട്ടർ നിരീക്ഷണത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഡിജിറ്റൽ ആശയവിനിമയം നിരീക്ഷിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്ന വിഷയത്തിൽ 6 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് കോടതി പറഞ്ഞു. ഹരീഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ഹരീഷ്, എന്താണ് കോടതി ഇക്കാര്യത്തിൽ കൂടുതൽ സമഗ്രമായ നിരീക്ഷണം നടത്തിയത്? വിശദാംശങ്ങൾ.
ആനന്ദ്, കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോൺ നിരീക്ഷണത്തിലുള്ള വിവാദ ഉത്തരവിൽ തന്നെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഉത്തരവിന് ഇടക്കാല സ്റ്റേ ഏർപ്പെടുത്തുന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിട്ടുണ്ടെങ്കിലും പക്ഷേ എന്തായാലും ഈ ഹർജി പൂർണ്ണമായിട്ടും തള്ളുന്ന സാഹചര്യത്തിൽ കോടതി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിൽ കൂടുതലായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കേട്ടതിനു ശേഷം അടുത്ത നിയമ നടപടിയിലേക്ക് പോകാമെന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയത്. കേന്ദ്ര സർക്കാർ മറുപടി കേട്ട ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. 4 ഹർജികളാണ് സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. സ്വകാര്യതയിൽ കടന്നു കയറാൻ അന്വേഷണ ഏജൻസികൾക്ക് അനുമതി നൽകുന്ന ഉത്തരവ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ 4 ഹർജികളും ഈ പറഞ്ഞ ഹർജിക്കാർ കോടതി ഫയൽ ചെയ്തിരിക്കുന്നത്. 10 അന്വേഷണ ഏജൻസികൾ നിരീക്ഷണത്തിന് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്രം ഇറക്കിയ ഉത്തരവ് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഉത്തരവ് ഇറക്കി കേന്ദ്ര സർക്കാർ ഈ ഉത്തരവ് ഇറക്കിയ തൊട്ട് പിന്നാലെയാണ് ഹർജി സുപ്രീം കോടതി ഫയൽ ചെയ്തത്. അതിൽ തന്നെ കൂടുതൽ കേന്ദ്ര സർക്കാരിന്റെ വാദം ഉടനെ തന്നെ കേൾക്കും. അതിനുശേഷം അടുത്ത നിയമ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു വിവാദമായി ഉത്തരവിറക്കിയതോടുകൂടി തന്നെ സാധാരണ ജനങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനെതിരെ കനത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇന്ത്യയിലും കേരളത്തിലും പല സ്ഥലങ്ങളിലും നടത്തിയിരുന്നു. എന്തായാലും ഇത് കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺ മൊബൈലുകൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ മുഖാന്തരമാണ് വലിയ രീതിയിലുള്ള ഈ പറയുന്ന ഭീകരവാദം അടക്കമുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ വാദം. പക്ഷേ എന്തായാലും അതൊരു സ്വകാര്യ മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 4 ഹർജികൾ സുപ്രീം കോടതിയെ പരിഗണനയുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നു. സുപ്രീം കോടതി കേസ് ഉടനെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ മറുപടി ശേഷം സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ആനന്ദ്, ഹരീഷ് തുടരുക. ഈ ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ നിരന്തരമായി നടക്കുന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലും വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്ന നിർണായകമായ വാർത്ത കൂടി ലഭിക്കുന്നു. ഗൗരവമേറിയ വിഷയമാണ് ഇതെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഈ വിഷയത്തിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് തന്നെ പ്രതികരിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസും അയച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഹരീഷ്, സുപ്രീം കോടതിയിൽ നിന്നുള്ള. ആനന്ദ്, നിരവധി ഗോവധവും അതുപോലെ ദളിത് പീഡനവും മറയാക്കി യുപിയിൽ വ്യാജ ഏറ്റുമുട്ടൽ നടന്നുവെന്ന് ആരോപിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 500-ലേറെ ഏറ്റുമുട്ടലുകൾ നടന്നു. ഇതിൽ തന്നെ ഈ 58 പേർക്ക് ജീവൻ നഷ്ടമായി എന്നിങ്ങനെയുള്ള വിശദമായ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ എന്തായാലും സുപ്രീം കോടതിക്ക് ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരായ യുപിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയേണ്ടി വരും. ഉത്തർപ്രദേശിലെ വ്യാജ ഏറ്റുമുട്ടലിൽ തന്നെ വിശദമായി തന്നെ അന്വേഷണം വേണമെന്നുള്ള നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ വിശദമായി വാദം കേൾക്കാനാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഗൗരവമേറിയ വിഷയമാണിത്. ഇതെന്നും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ വളരെ വലിയ രീതിയിലുള്ള വിശദമായി തന്നെയുള്ള പരിശോധന ആവശ്യമാണെന്ന് ചീഫ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ വിഷയം നോട്ടീസിന്റെ മറുപടിയായി തന്നെ സുപ്രീം കോടതി ഫെബ്രുവരി 10 ഹർജി വീണ്ടും പറയുന്നത്. അതിനു മുന്നേ തന്നെ സംസ്ഥാന സർക്കാർ യുപി സർക്കാർ കോടതിയിൽ ഈ പ്രദേശത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം. നിലവിൽ തന്നെ ഗോവധ അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതായത് ദളിത് പീഡനങ്ങൾ മറയാക്കി നടക്കുന്ന യുപിയിലെ വ്യാജ ഏറ്റുമുട്ടലാണ് പ്രധാനമായി തന്നെ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സുബോധ് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഈ പറഞ്ഞ പശുവിന്റെ പേര് കൊല ചെയ്ത ഒരു സംസ്ഥാനമാണ് അവിടെ. അതിന്റെ പ്രതികളെ പിടിക്കാൻ തന്നെ ഏറെ വീർത്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ പല രീതിയിലുള്ള വളരെ വംശീയപരമായും അതുപോലെ തന്നെ പശു എന്ന ഗോമാതാവ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഗോമാതാവാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള നടക്കുന്ന പല പ്രശ്നങ്ങളും അതിന്റെ പീഡനങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വളരെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഗോ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ഉണ്ടായ കലാപങ്ങളുമായി ബന്ധപ്പെട്ട എത്ര കൊലപാതകങ്ങൾ നടന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിലില്ല. പക്ഷെ ആ കണക്കുകൾ 2016 ശേഷം തന്നെ ഒന്ന് നടപ്പിലാക്കാൻ വേണ്ടി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയപരമായ കാര്യമാണ്. കാരണം അതിൽ തന്നെ പ്രധാനമായി തന്നെ സംസ്ഥാന സർക്കാരും യോഗി സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള മോദി സർക്കാരിന്റെ നിലപാടുമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്നൊരു ഭരണഘടനാ സ്ഥാപനത്തെ ഇല്ലാതാക്കിയത്. കാരണം ഇങ്ങനൊരു വിശദമായ റിപ്പോർട്ട് വന്നാൽ അത് യുപിക്ക് തന്നെ വലിയ വിഷയമാണ്, ഇന്ത്യക്ക് തന്നെ ഏറ്റവും പേരുദോഷം കേൾപ്പിക്കുന്ന വിഷയമാണ്. കാരണം അതിന്റെ സ്വകാര്യമായുള്ള പല ഏജൻസികളും നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് 500-ലേറെ ഏറ്റുമുട്ടലുകൾ അവിടെ ഉണ്ടായിരുന്ന യുപിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 58 പേർക്ക് ജീവൻ നഷ്ടമായെന്ന് സ്വകാര്യ വ്യക്തികൾ നടത്തിയ ഏജൻസിയും വയറു പോലുള്ള മാഗസിൻ നടത്തിയ ഏജൻസിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിശദമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ
ഫോർ സിവിൽ ലിബർട്ടീസ് കോടതിയെ സമീപിച്ചത്. എന്തായാലും ഫെബ്രുവരി 10 കോടതി കേസ് വീണ്ടും പരിഗണിക്കും. എന്തായാലും വിശദമായ ഒരു പരിഗണന വേണം ഈ വിഷയത്തിൽ. ഗൗരവമേറിയ വിഷയമാണെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിരീക്ഷിച്ചിരിക്കുകയാണ്. ഹരീഷ്, അതുപോലെ രാജ്യതലസ്ഥാനത്ത് നിന്ന് ഈ ഘട്ടത്തിൽ തുടർച്ചയായി നമുക്ക് ലഭിക്കുന്ന വാർത്തകളിൽ മറ്റൊരു പ്രധാന വാർത്ത കനയ്യകുമാറിനെതിരായ രാജ്യദ്രോഹ കേസിൽ ദില്ലി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എന്നതാണ്. ഇതിനകത്ത് വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവെന്നും രാജ്യദ്രോഹം, കലാപമുണ്ടാക്കൽ, അനധികൃതമായി സംഘം ചേരൽ തുടങ്ങിയ ഗൗരവമായ കുറ്റങ്ങൾ ചുമത്തിയതായുമാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാമോ? ആനന്ദ്, ഇന്ന് രാവിലെയോട് കൂടി തന്നെയായിരുന്നു ദില്ലി പോലീസ് കനയ്യകുമാറിനെതിരെയുള്ള രാജ്യദ്രോഹമടക്കമുള്ള കുറ്റപത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറ്റപത്രം കോടതിയിൽ ദില്ലി കോടതിയിൽ സമർപ്പിച്ചത്. ദില്ലിയിലെ JNU നടന്ന വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചാണ് കനയ്യകുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തതും അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതും. നിലവിൽ കനയ്യകുമാർ ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹത്തിന്റെ വകുപ്പായ IPC 124A, അതുപോലെ തന്നെ കലാപമുണ്ടാക്കൽ വകുപ്പ് 147, അനധികൃതമായ സംഘം ചേരൽ 149 എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എന്തായാലും കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കനയ്യകുമാറാണ് പ്രകടനത്തിനും മുദ്രാവാക്യം വിളിക്കാനും നേതൃത്വം നൽകിയതെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കനയ്യകുമാറിന് പുറമെ സെയ്ദ് ഉമർ ഖാലിദ്, അനിർബർഖാൻ ഭട്ടാചാര്യ എന്നിവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കാശ്മീരി സ്വദേശികളായ അക്ലിബ് ഹുസൈൻ, മുജീബ് ഹുസൈൻ, മുനീബ് ഹുസൈൻ, ഉമ്മർ ഗുൾ, റയീസ് റസൂൽ, ബാഷാരത്ത് അലി, ഖാലിദ് ബഷീർ ഭട്ട് എന്നിവരെയാണ് കേസിൽ മറ്റു പ്രതികൾ. ഇങ്ങനെ 10 പേർ, കനയ്യകുമാറടക്കം 10 പേർക്കെതിരെയാണ് എന്തായാലും ഈ വിഷയത്തിൽ കോടതിയിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആനന്ദ്, ശരി ഹരീഷ്, ഏതായാലും വ്യക്തമാണ്. ദില്ലിയിൽ നിന്ന് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഒപ്പം കനയ്യകുമാറുമായി ബന്ധപ്പെട്ട 3 വാർത്തകളുടെ വിശദാംശങ്ങളാണ് ഹരീഷ് ദില്ലിയിൽ നിന്ന് നൽകിയത്. ഒരിടവേള. മകരവിളക്ക് ഇന്ന്. മകരജ്യോതി ദർശിക്കാൻ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ശബരിമലയിൽ. അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി ദേവസ്വം ബോർഡ്. വെല്ലുവിളി നിറഞ്ഞ തീർത്ഥാടന കാലമാണ് പൂർത്തിയാകുന്നതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചു. സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ TP പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ മണ്ഡലകാലത്തിന്റെ തന്നെ ലക്ഷ്യപ്രാപ്തി എന്ന നിലയിൽ മകരജ്യോതി ദർശിക്കാനുള്ളത്. ഇവരുടെ വ്യൂ പോയിന്റുകളൊക്കെയും കൃത്യമായി ക്രമീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയാണ്? സമഗ്രമായ വിവരങ്ങൾ. മകരവിളക്കിനും സംക്രമപൂജയ്ക്കുമുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഏതായാലും തീർത്ഥാടകരുടെ പ്രവാഹം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത്. സന്നിധാനത്ത് ഇതുവരെ 3 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 5 ലക്ഷത്തോളം പേർ ജ്യോതി ദർശിക്കാൻ ഇവിടെ എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പൂർണ്ണമായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനമടക്കം അലങ്കരിച്ച് ഈ ഒരു സമയത്ത് ഒരു സ്വർണ്ണവർണ്ണ പ്രഭയിൽ തിളങ്ങി നിൽക്കുകയാണ് സന്നിധാനം. അതേസമയം ദർശനത്തിനായി ഇപ്പോൾ തീർത്ഥാടകർ എത്തുന്ന കാഴ്ചയുമാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത്. 1 മണിയോടുകൂടി നടയടയ്ക്കും. അതിനു മുമ്പ് തന്നെ എല്ലാവരെയും സുഗമമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. സന്നിധാനവും പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ് മറ്റ് സന്നദ്ധ സേവന അംഗങ്ങളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട്. 6 മണിക്ക് തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ 18-ാം പടിക്ക് എത്തിച്ചേരുമ്പോൾ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടക്കം ചേർന്ന് അതിനെ സ്വീകരിച്ച ശേഷം തന്ത്രി രാജീവ് കണ്ഠരും അതുപോലെ തന്നെ മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി അടക്കമുള്ളവർ വന്ന് ഈ സ്വർണ്ണപേടകം ഏറ്റുവാങ്ങി അയ്യപ്പനെ ചാർത്തും. തുടർന്ന് ദീപാരാധന നടക്കും. ദീപാരാധനയ്ക്ക് ശേഷമാണ് കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. എന്തായാലും 1 മണിക്ക് ശേഷം നടയടയ്ക്കും. മാത്രമല്ല തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളുമെല്ലാം തന്നെ മരക്കൂട്ടത്തും അതുപോലെ ശരംകുത്തിയിലെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സന്നിധാനമെല്ലാം തന്നെ വൃത്തിയാക്കുന്ന തിരക്കിലാണ് സന്നദ്ധ സേവന നിർജ്ജരായിട്ടുള്ള കർമ്മനിരതരായിട്ടുള്ള ആളുകൾ. എന്തായാലും ഇപ്പോഴും 18-ാം പടിയിലൂടെ തീർത്ഥാടകർ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ച്, ഒരു തീർത്ഥാടനെ സംബന്ധിച്ച് മകരജ്യോതി ദർശിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു കാര്യമായിട്ടാണ് കരുതുന്നത്. എന്തായാലും ദർശനത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്തേക്ക് വലിയൊരു തീർത്ഥാടകരുടെ പ്രവാഹം തന്നെയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും 5 ലക്ഷത്തിലധികം പേർ ഇവിടെ എത്തും. 8 ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള വ്യൂ പോയിന്റുകളുള്ളത്. ഇവിടെ എല്ലാം വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഭക്തർക്ക് വൈദ്യസഹായം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ 2350ഓളം വരുന്ന പോലീസുകാരെ സന്നിധാനത്ത് പരിസര പ്രദേശങ്ങളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. നിലയ്ക്കലിലും പമ്പയിലും സമാനമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തീർത്ഥാടകരെ കടത്തിവിടുന്ന നിലയ്ക്കലടക്കം പരിശോധന കൂടി തന്നെയാണ് കടത്തിവിടുന്നത്. പമ്പയിലും ഈ പരിശോധന തുടരും. 1 മണിക്ക് ശേഷം ഇവിടേക്ക് അതേ മല കയറാൻ ഭക്തരെ അനുവദിക്കുന്നതല്ല. കാരണം അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുണ്ട്. കാരണം
തിരുവാഭരണ ഘോഷയാത്ര ചെറിയാനവട്ടം വഴിയാണ് ശരംകുത്തിയിലേക്കും തുടർന്ന് മരക്കൂട്ടത്തേക്കുമെല്ലാം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവും. അതിനുശേഷം തിരുവാഭരണം ചാർത്തുന്ന ചടങ്ങും പിന്നീട് മകരവിളക്കിന് ശേഷം 7:52 മകരസംക്രമ പൂജ നടക്കുന്നത്. മകരസംക്രമ പൂജയ്ക്ക് ശേഷം 8 മണിയോടുകൂടി സർവാഭരണ വിഭൂഷണായ അയ്യപ്പനെ തീർത്ഥാടകർക്ക് എല്ലാവർക്കും ദർശിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള സംവിധാനങ്ങളും ചടങ്ങുകളും ക്രമീകരണങ്ങളുമാണ് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിന്ന് സന്നിധാനം വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിരവധി ഭക്തരുടെ തീർത്ഥാടകരുടെ പ്രവാഹം തന്നെയാണ് ശബരിമലയിൽ. ടി.പി. പ്രശാന്താണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വ്യക്തമാണ് പ്രശാന്ത്. ഏതായാലും ഇപ്പോൾ അഭിറാം കൂടി പമ്പയിൽ നിന്ന് ടെലിഫോണിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിറാം, 1 മണിയോടുകൂടി തീർത്ഥാടകരുടെ സന്നിധാനത്തേക്കുള്ള യാത്ര നിയന്ത്രിക്കപ്പെടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്കറിയാം, പ്രളയം കവർന്നെടുത്ത പമ്പയുടെ ഒരു സ്വാഭാവിക ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മകരജ്യോതി ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹിൽ ടോപ്പുകളിലൊക്കെ വലിയ നിയന്ത്രണവും ഈ ഘട്ടത്തിലുണ്ട്. ആ നിലയിലുള്ള ക്രമീകരണങ്ങളെല്ലാം പമ്പയിലും പൂർണ്ണമാണോ? സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും യാത്രാ നിയന്ത്രണവും ഏത് നിലയിലാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? അഭിറാം. ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ പമ്പയിലേക്ക് വലിയ ഒരു പ്രവാഹം തന്നെയുണ്ട്. നമ്മൾ പ്രവർത്തകൻ ചെയ്തതുപോലെ തന്നെ 1 ലക്ഷത്തിലധികം ആൾക്കാർ ഇന്നലെ തന്നെ പമ്പയിൽ സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്നും അതിലേക്ക് തന്നെയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം ഏകദേശം 50,000 ആൾക്കാർ ഇപ്പോൾ പമ്പയിൽ എത്തിയിട്ടുണ്ടെന്നായിട്ട് ശ്രദ്ധമായ കാര്യം. നേരത്തെ ആണ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ പമ്പയിൽ നിന്ന് നമുക്ക് മകരജ്യോതി ദർശിക്കാൻ കഴിയില്ല. കാരണം പ്രളയം പമ്പയെ വലിയ തന്നെ ബാധിച്ചിരുന്നു. പമ്പ പൂർണ്ണമായി തന്നെ കരകവിയുകയും ഈ പ്രദേശം പൂർണ്ണമായി തന്നെ വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മകരജ്യോതിയിലേക്ക് ചടങ്ങുകൾ എത്തുന്നത്. അതിനാൽ തന്നെ ഈ നേരത്തെ തന്നെ സന്നിധാനത്ത് പൊന്നമ്പലം തെളിയുന്ന മകരജ്യോതി കാണാൻ കഴിയുമായിരുന്ന സ്ഥലമുണ്ടായിരുന്നു പമ്പയിലെ ഹിൽ ടോപ്പ്. പക്ഷേ ഇത്തവണ ഹിൽ ടോപ്പിൽ നമുക്ക് മകരജ്യോതി ദർശിക്കാൻ കഴിയില്ല. കാരണം ഹിൽ ടോപ്പിൽ മണ്ണിടിച്ചിൽ വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രദേശം പൂർണ്ണമായി തന്നെ മണ്ണിടിയുന്നൊരു അവസ്ഥയുണ്ട്. അതിനാൽ തന്നെ ഈ പ്രദേശത്തേക്ക് ആരെയും കയറ്റിവിടേണ്ട എന്നൊരു കർശനമായ നിർദ്ദേശം ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് ആളുകൾ കൂട്ടത്തോടെ കയറുകയാണെങ്കിൽ അത് അപകടത്തിന് കാരണമാകും. കാരണം മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ ആരെയും കടത്തിവിടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. പമ്പയിൽ ഇത്തവണ മകരവിളക്ക് കാണാൻ ആർക്കും കഴിയില്ല. പമ്പയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര 2:30 കൂടി തന്നെ പമ്പ കടന്നു പോകും. പമ്പയിൽ ഇത്തവണ ഈ ഘോഷയാത്ര എത്തുന്നില്ല. അതിനാൽ തന്നെ പമ്പയിൽ എത്താത്തതിന് തന്നെ മറ്റ് കാനനപാത വഴിയാണ് തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോവുക. അതിനാൽ തന്നെ ഈ പമ്പയിൽ അതിനുവേണ്ടിയുള്ള ചടങ്ങുകളും തന്നെ ഇല്ല. പമ്പയിലേക്ക് ഇപ്പോഴും വലിയ തന്നെ തീർത്ഥാടന പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എത്തിയെല്ലാം തന്നെ സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എത്തുന്ന എല്ലാവർക്കും സന്നിധാനത്തേക്ക് പോകാൻ കഴിയും എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ സന്നിധാനത്തേക്ക് 3 ലക്ഷത്തിലധികം ആൾക്കാർ അവിടെ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ അവിടെ കടത്തിടാൻ കഴിയുമോ എന്നതും നമുക്ക് കണ്ട് അറിയേണ്ടി വരും. ഈ എത്തുന്ന പൂർണ്ണമായി എല്ലാവർക്കും 1 മണിയോട് കൂടി തന്നെ ചിലപ്പോൾ അവിടേക്ക് തീർത്ഥാടകരുടെ എണ്ണം കയറുന്നതിന് നിയന്ത്രിച്ചിരിക്കും. ബാക്കിയുള്ളവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് തമ്പടിക്കേണ്ടി വരും. അതിനുശേഷം എവിടെയാണോ മകരജ്യോതി ദർശിക്കാൻ കഴിയുക അവിടേക്ക് അവർക്ക് പോകേണ്ടതായി വരും. ഏറ്റവും ശ്രദ്ധേയകാര്യം ഇത് തന്നെയാണ്. 2 കാര്യങ്ങളാണ് പമ്പയിൽ പ്രധാനമായി പറയേണ്ടത്. ഒന്ന്, പമ്പയിൽ ഇത്തവണ മകരജ്യോതി കാണാൻ കഴിയില്ല. 2, തിരുവാഭരണ ഘോഷയാത്ര 2:30 കൂടി തന്നെ പമ്പയിൽ എത്തില്ലെങ്കിലും ചെറിയ തോട് വഴി കടന്നു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ എത്തുന്ന തീർത്ഥാടകർക്കെല്ലാം തന്നെ ഇവിടെ അടിസ്ഥാന സൗകര്യം തന്നെ നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു തീർത്ഥാടന പ്രവാഹം ഉണ്ടാകുന്നാൽ തന്നെ ഇവിടെ നിന്ന് എല്ലാവർക്കും ഇവിടെ വിരിവയ്ക്കാൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകളുണ്ട്. പമ്പ വിളക്കടക്കമുള്ളവ ഇന്നലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പമ്പ സദ്യ അടക്കമുള്ളവ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും വിവിധയിടങ്ങളിൽ പമ്പ സദ്യ എന്ന ചടങ്ങുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇവിടെ നിന്ന് എല്ലാ ഭക്തർക്കും തീർത്ഥാടകർക്കും സദ്യ കഴിക്കാനുള്ള അവസരം പമ്പയിലുണ്ട്. ഈ പമ്പയിൽ കുളിച്ച് എല്ലാവരും മകരവിളക്ക് കാണാനുള്ള ഒരു അവസാനത്തെ തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഈ പമ്പയിലെ തീർത്ഥാടകരെല്ലാം തന്നെ. ഇവർ ഈ ഉച്ചയോട് കൂടി ഇവിടെ നിന്ന് പൂർണ്ണമായി തന്നെ ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് മല കയറും. സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നവരെല്ലാം തന്നെ മകരജ്യോതി കണ്ട് നാളേക്കായിരിക്കും തിരിച്ചിറങ്ങുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നാളെ തിരിച്ചിറങ്ങുന്നവരുടെ സുരക്ഷ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഒരു 5 ലക്ഷത്തിലധികം ആൾക്കാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നവർ ഒന്നിച്ചായിരിക്കും തിരിച്ചിറങ്ങുക. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത്രയും ഒരു ജനക്കൂട്ടം ഇത്തരം ഒരു ചരിവും കുന്നുമുള്ള പ്രദേശങ്ങളിലൂടെ ഇറങ്ങി വരുമ്പോൾ അവരുടെ സുരക്ഷ ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിനാൽ തന്നെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ പമ്പയിൽ ആരംഭിച്ചിട്ടുണ്ട്. പല വഴികളിലായി തന്നെ തിരിച്ചു പോകുന്നതിനുള്ള
പോകുന്നവർക്കുള്ള സൗകര്യങ്ങൾ പോലീസും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ കൂട്ടമെത്തുന്ന തീർത്ഥാടകർക്കും ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഏത് രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ എമർജൻസി എക്സിറ്റ് അടക്കമുള്ളവ ഇപ്പോൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് കണക്കിലെടുത്ത് സുരക്ഷ നല്ല വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല എത്തുന്ന തീർത്ഥാടകർക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് മടങ്ങുന്നവർക്കും എല്ലാം തന്നെ കൃത്യമായുള്ള ചികിത്സാ സൗകര്യങ്ങൾ അടക്കമുള്ള ഇവിടെ ലഭ്യമാണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാകരുതെന്ന കർശനമായ നിർദ്ദേശം പോലീസിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഉന്നതാധികാരികളുടെ എല്ലാം വലിയ യോഗങ്ങൾ പമ്പയിലും മറ്റും പുരോഗമിക്കുകയായിരുന്നു. അതിന്റെ എല്ലാം ഭാഗമായി തന്നെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സന്നിധാന ശബരിമലയുമായി ദേവസ്വമായി ഇവിടുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ സന്നിധാനത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പമ്പയിൽ സുരക്ഷ കൃത്യമാണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ ഒരു നിർദ്ദേശം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ ഹിൽ ടോപ്പിൽ പ്രവേശനമില്ല. മകരജ്യോതി കാണാനുള്ള സൗകര്യം ഹിൽ ടോപ്പിൽ ഒരുക്കിയിട്ടില്ല. കാരണം പ്രളയം വളരെ തന്നെ ഈ പ്രദേശത്തെ ബാധിച്ചിട്ടുണ്ട്, മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തവണ സുരക്ഷ കണക്കിലെടുത്ത് ആരെയും അവിടേക്ക് കടത്തിലുണ്ടാകുന്ന നിർദ്ദേശവും പോലീസ് നൽകുന്നുണ്ട്. മകരവിളക്ക് കാണണമെങ്കിൽ പമ്പയിൽ നിന്ന് മാറേണ്ടി വരും. മറ്റ് സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടകർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയും വരും. എന്തായാലും ഇപ്പോഴും വലിയ ഒരു പ്രവാഹം ഇവിടേക്ക് ഉണ്ടാകുന്നുണ്ട്. തീർത്ഥാടകരെ വലിയൊരു പ്രവാഹം തന്നെയാണ് പമ്പയിലേക്ക് ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ കവച്ചവയ്ക്കുന്ന രീതിയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നത് ഉറപ്പാണ്. ഇത്തരത്തിൽ വലിയ ഒരു ഇതര സംസ്ഥാനത്ത് അടക്കമുള്ള വലിയൊരു പ്രവാഹം ഇവിടേക്കുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പ്രവാഹമാണ് ഇവിടേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും വലിയ തോതിൽ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ടുമുണ്ട്. തീർത്ഥാടകരെല്ലാം തന്നെ ഇവിടെ എപ്പോഴും അവർക്ക് എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. KSRTC അടക്കമുള്ള വലിയ തോതിൽ തന്നെ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ തിരക്ക് കണക്കിലെടുത്ത് അധിക സർവീസുകളും ഇപ്പോൾ KSRTC പമ്പയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും സൗകര്യം അടക്കമുള്ളവ അബ്രാം ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉള്ളത് തീർച്ചയായും അബ്രാം ആവർത്തിച്ച് സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് പോലെ പമ്പയിലെ ഹിൽ ടോപ്പ് നമ്മുടെ മകരജ്യോതി ദർശനത്തിന് ഒരു പ്രധാന കേന്ദ്രമാണ്. അതിന് പകരമായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ്? ഈ പുൽമേട് ദുരന്തത്തിന്റെ ഒക്കെ ഒരു 8ാമത്തെ വർഷമൊക്കെ ഉള്ളൊരു സമയം കൂടിയാണിത്. ആ നിലയിലാണെങ്കിൽ ഈ വലിയ ഭക്തജന തിരക്കിനെ നിയന്ത്രിച്ച് അവരുടെ ഈ മകരജ്യോതി ദർശനത്തിനായുള്ള വ്യൂ പോയിന്റുകൾ ക്രമീകരിക്കുന്നതിൽ വളരെ വിജയകരമായി തന്നെ പോലീസിന്റെയും ദേവസ്വം ബോർഡ് അധികൃതരുടെയും സംവിധാനങ്ങൾ വിജയകരമായി ആ ക്രമീകരണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടോ അബ്രാം? തീർച്ചയായും ആനന്ദ്. കാരണം നമുക്കറിയാം ഈ പ്രളയം വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. പുന്നമലമേട് അടക്കമുള്ളവരെങ്കിൽ മണ്ണിടിച്ചിൽ വ്യാപകമായി. അതിനാൽ തന്നെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ തീർച്ചയായും ആരെയും പ്രവേശിപ്പിക്കേണ്ട എന്നത് അതായത് തീർത്ഥാടക സുരക്ഷയെ കണക്കിലെടുത്താണ് ഈ തീരുമാനമെടുത്തത്. കാരണം ഈ കൂട്ടത്തോടെ ആൾക്കാർ അവിടേക്ക് എത്തുമ്പോൾ മണ്ണിടിച്ചിൽ സ്വാഭാവികമായി ഉണ്ടാകും. അത് വലിയ അപകടങ്ങളിലേക്കും ഒരാൾ തന്നെ വീണാൽ തന്നെ അത് കൂട്ടമായ ഒരു ഓട്ടത്തിലേക്കും മറ്റും കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇതിന് പകരമായി മറ്റ് പലയിടങ്ങളിലായി തന്നെ ഇത്തരത്തിൽ മകരവിളക്ക് കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്നിധാന മേഖലയിലേക്കാണ്. അതായത് പമ്പയിൽ നിന്ന് മാറി പൊന്നമ്പല മേടിലേക്ക് പോകുന്ന ഭാഗങ്ങൾ, സന്നിധാനത്തേക്ക് പോകുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഇതിന് കൃത്യമായി തന്നെ വ്യൂ പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടത്തോടെ വ്യൂ പോയിന്റ് നേരത്തെ തന്നെ പറഞ്ഞില്ല. കാരണം കൂട്ടത്തോടെ ഒരു തീർത്ഥാടകർ ഒഴുക്ക് അവിടേക്ക് ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് തന്നെ നേരത്തെ തന്നെ ഇത്തരം ഒരു ഒരുക്കങ്ങൾ തയ്യാറെടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്തരെ കൂട്ടത്തോടെ തന്നെ അവിടേക്ക് എത്തുകയാണെങ്കിൽ അത് ഒരു വലിയ ഒരു അപകടം ഉണ്ടാകും. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയം ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ പലയിടങ്ങളിലെ തന്നെ വ്യൂ പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. അത് പ്രധാനമായും സന്നിധാന പ്രദേശങ്ങളിലാണ്. ഇവിടെ നിന്ന് പരമാവധി ആൾക്കാർ അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസുമായിട്ട് നടക്കുന്നത്. പരമാവധി ആൾക്കാർ അവിടെ എത്തിക്കുകയും തുടർന്ന് അവിടെ കാഴ്ച മകരവിളക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ നമുക്കറിയാം പൊന്നമലമേട് ആണ് മകരവിളക്ക് തെളിയുക. അത് കണക്കിലെടുത്ത് ഇത് ഇവിടെ നിന്നെല്ലാം കാണാൻ കഴിയും എന്ന ഒരു ഭക്തരുടെ തന്നെ നേരത്തെ വരുന്നവർക്കെല്ലാം തന്നെ വ്യക്തമായ ധാരണയുണ്ട്. അവിടേക്കും ആൾക്കാർ കൂട്ടമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ തീർത്ഥാടകരുടെ ഒരു കൂട്ടമായുള്ള പോക്ക് പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്താറുമുണ്ട്. നേരത്തെ തന്നെ മറ്റ് മരങ്ങളിലും മറ്റും കയറിയിരിക്കുക, കുന്നുകളിലും മറ്റും വലിഞ്ഞു കയറുക തുടങ്ങിയ ഒരു പ്രവണത എല്ലാ മണ്ഡല കാര്യങ്ങളിലും കണ്ടുവരുന്നതാണ്. എന്നാൽ ഇത്തവണ അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ട്. കാരണം മരങ്ങളുടെ മറ്റ് മുകളിൽ കയറുകയും മറ്റ് പോലീസ് വിലക്കിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കയറുന്ന അപകടം വിളിച്ചു വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മരം ഒടിഞ്ഞു വീഴുക അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് പെട്ടുപോവുക തുടങ്ങിയ കാരണങ്ങളുണ്ട്. ഈ തീർത്ഥാടകർ പലപ്പോഴും ഈ വിലക്ക് ലംഘിച്ച് പലയിടങ്ങളിലും കയറിക്കൂടുന്നത് പോലീസ് മറ്റും അറിയാതെയാണ്. അത്തരത്തിൽ അപകടം ഉണ്ടായാൽ അവിടേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയും അതായത് സമയമെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്, കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. ഈ വിലക്ക് ഉള്ള പ്രദേശങ്ങളിൽ ആരും പോകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം പമ്പയിൽ നിന്നുള്ള വിശദാംശങ്ങൾ വ്യക്തമാണ്. VS അഭിറാമാണ്
തത്സമയം വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇത്തവണ അത്തരമൊരു നിയന്ത്രണം പമ്പയിലുണ്ട്. മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ഹിൽ ടോപ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർശനമായി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സന്നിധാനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രദേശങ്ങളിലും മറ്റ് സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കും പരമാവധി തീർത്ഥാടകരെ എത്തിച്ച് മകരജ്യോതി ദർശനത്തിന്റെ സാധ്യതകൾ സുഗമമാക്കുകയാണ് അധികൃതർ. അതിന്റെ വിശദാംശങ്ങളാണ് അഭിറാം ഇപ്പോൾ നൽകിയത്. ഒരിടവേള. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ മുരളീധരൻ, ബെന്നി ബെഹനാൻ എന്നിവരാണ് വിളിപ്പിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. ലെസ്ലി, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നേതാക്കൾക്കിടയിൽ തന്നെ ഉള്ളതായി നമുക്ക് വിവരങ്ങളുണ്ട്. ഇപ്പോൾ അതിന്റെ കൂടി ഒരു ഏകീകരണത്തിന്റെ സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരം ഒരു നീക്കം ഹൈക്കമാൻഡ് നടത്തിയത്? നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ. ആനന്ദ്, പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തിയ ഘട്ടത്തിൽ കോൺഗ്രസിലെ പുനഃസംഘടന അത് അനിശ്ചിതത്വമായി തുടരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുകുൾ വാസനിക്ക് പ്രധാന നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. മറ്റന്നാൾ രാഹുൽ ഗാന്ധിയുമായി ഇവർ ചർച്ച ചെയ്യും. ഇതിനായി കേരളത്തിൽ നിന്നുള്ള KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ പ്രചരണ കമ്മിറ്റി ചെയർമാൻ കെ മുരളീധരൻ, ഒപ്പം UDF കൺവീനർ ബെന്നി ബെഹനാൻ എന്നിവരെയാണ് ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന നേതാവായ ഉമ്മൻചാണ്ടി ആന്ധ്രയിൽ, തെലങ്കാനയിൽ അദ്ദേഹത്തിന് ചുമതല വഹിക്കുന്നുണ്ട്. തെലങ്കാനയിൽ നിന്നും അദ്ദേഹം ഡൽഹിയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ പുനഃസംഘടന നടത്തി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും AI ഗ്രൂപ്പുകളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ഇത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും ഗ്രൂപ്പുകൾക്കതീതമായ പുനഃസംഘടന ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള പുനഃസംഘടനയാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചിരിക്കുന്നുവെങ്കിലും AI ഗ്രൂപ്പ് നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് പുനഃസംഘടന പ്രതിസന്ധിയിലേക്ക് പോകാൻ പ്രധാനമായ കാരണം ഉണ്ടായിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ശരത്ചന്ദ്ര പ്രസാദിനായും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി ഡൊമിനിക് പ്രസന്റേഷനും ഒപ്പം തന്നെ കെ ബാബുവിനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇവരെ കൂടാതെ ജനറൽ സെക്രട്ടറി സ്ഥാനം നികത്താൻ കഴിയില്ല എന്ന കടുത്ത നിലപാട് ഇരു നേതാക്കന്മാരും എടുത്തതോടുകൂടിയാണ് പുനഃസംഘടന പ്രതിസന്ധിയിലായത്. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി 4 കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുൻപോട്ട് പോകാനാണ് ഇപ്പോൾ KPCC തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു സംഘടനാ ശേഷി, അതായത് അംഗങ്ങളെ നിശ്ചയിക്കേണ്ട ഒരു കടമ കൂടിയുണ്ട്. ഇതെല്ലാം തന്നെ മുകുൾ വാസനിക്കുമായുള്ള ചർച്ചയ്ക്കും തുടർന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ അന്തിമ രൂപവും കൈക്കൊള്ളുന്നതിന് വേണ്ടിയാണ് മുതിർന്ന നേതാക്കളായ 4 പേരെയും ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ലെസ്ലി ജോണാണ് വിശദാംശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ കേരളത്തിലെ പ്രധാന ഗ്രൂപ്പ് നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. സമഗ്രമായ വിവരങ്ങളാണ് നമ്മൾ കേട്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പാട് സമരം എന്തിനു വേണ്ടിയെന്ന് വ്യവസായ മന്ത്രി ചോദിച്ചു. ആലപ്പാട്ടുകാർ ആരും സമരത്തിനില്ലെന്നും ഖനനം നിർത്തേണ്ട കാര്യമില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. ആലപ്പാട് വിഷയത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും EP ജയരാജൻ കണ്ണൂരിൽ പ്രതികരിച്ചു. മൈനിങ് നിർത്തിവെക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പോകുന്നില്ല. 240 കുടുംബങ്ങളെ വഴിയാധാരാക്കണമെന്നല്ലേ, അവരെ തൊഴിലില്ലാത്തവരാക്കി തീർക്കണമെന്നല്ലേ, ആ കമ്പനി പൂട്ടണമെന്നല്ലേ. കമ്പനി പൂട്ടാനല്ല ജനങ്ങൾ ഞങ്ങളെ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. കമ്പനി തുറന്ന് പ്രവർത്തിച്ച് രാജ്യത്തെ സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് കമ്പനി പൂട്ടണം ധരിച്ചിട്ട് ആരും പുറപ്പെടേണ്ടതില്ല, പൂട്ടിക്കാൻ സാധിക്കില്ല. ഇത് ജനങ്ങളുടെ സ്വത്താണ്, അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതമാർഗമാണ്. ആ പ്രദേശത്തുള്ളവരാണ് അവിടുത്തെ മഹാഭൂരിപക്ഷം തൊഴിലാളികൾ. അങ്ങനെയുള്ളൊരു കമ്പനി മൈനിങ് നിർത്തിയാൽ പിന്നെ മൈനിങ് തുടങ്ങാൻ പറ്റുമോ? എന്ത് തെറ്റായിട്ടുള്ള ധാരണകളാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകൂ, അവിടെ നിങ്ങൾ പോയി പരിശോധിക്കൂ, എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ, അതിനനുസരിച്ച് പ്രവർത്തിക്കാം. CBI ഡയറക്ടർ സ്ഥാനത്തു നിന്ന് അലോക് വർമ്മയെ മാറ്റിയതും കോമൺവെൽത്ത് ട്രൈബ്യൂണലിലേക്കുള്ള തന്റെ നിയമനവും കൂട്ടിക്കുഴച്ചതിൽ ദുഃഖമറിയിച്ച് ജസ്റ്റിസ് AK സിക്രി ഉന്നതതല സമിതിയിൽ നിയോഗിച്ചത് കഴിഞ്ഞയാഴ്ചയാണെന്നും ട്രൈബ്യൂണലിലെ ഇന്ത്യൻ പ്രതിനിധിയാകാൻ സമ്മതമറിയിച്ചത് ഡിസംബറിലാണ് എന്നുമാണ് സിക്രിയുടെ വാദം. എന്നാൽ നിയമന വിഷയം അറിയാമായിരുന്ന സിക്രി ഉന്നതതല സമിതിയിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിന്നില്ല എന്ന ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വേദിയായ കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രറി ട്രൈബ്യൂണലിൽ ഒരു പ്രസിഡന്റും 6 അംഗങ്ങളുമാണുള്ളത്. ട്രൈബ്യൂണലിൽ കുറെ വർഷങ്ങളായി ഇന്ത്യക്ക് പ്രതിനിധിയില്ല. ഈ സാഹചര്യത്തിലാണ് ഒഴിവന്ന ഒരു അംഗത്വം ഇന്ത്യക്ക് ലഭിച്ചത്. ഈ സ്ഥാനത്തേക്കാണ് ജസ്റ്റിസ് AK സിക്രിയുടെ പേര് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്.
എന്നാൽ അലോക് വർമ്മയെ മാറ്റിയതും കോമൺവെൽത്ത് ട്രൈബ്യൂണലിലേക്കുള്ള തന്റെ നിയമനവും കൂട്ടിക്കൊഴിച്ചതിൽ ജസ്റ്റിസ് AK സിക്രി ദുഃഖമറിയിച്ചു. അലോക് വർമ്മ വിഷയം പരിഗണിക്കുന്ന ഉന്നതതല സമിതിയിൽ നിയോഗിച്ചത് കഴിഞ്ഞ ആഴ്ചയാണെന്നും കോമൺവെൽത്ത് ട്രൈബ്യൂണലിലുള്ള ഇന്ത്യൻ പ്രതിനിധിയാകാൻ സമ്മതം അറിയിച്ചത് ഡിസംബറിലാണെന്നുമാണ് സിക്രിയുടെ വാദം. എന്നാൽ നിയമന വിഷയം അറിയാമായിരുന്ന സിക്രി ഉന്നതതല സമിതിയിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിന്നില്ലെന്ന ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നത്. മാർച്ച് 6 ശേഷം ട്രൈബ്യൂണൽ പദവി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ജസ്റ്റിസ് AK സിക്രി കഴിഞ്ഞ ദിവസം പ്രശ്നം വിവാദമായതോടെ പിന്മാറിയിരുന്നു. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. അലോക് വർമ്മയെ മാറ്റുന്നതിൽ ഉന്നതതല സമിതിയിലെ മറ്റൊരംഗമായ മല്ലികാർജ്ജുൻ ഖാർഗെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പ്രധാനമന്ത്രിയുടെയും ജസ്റ്റിസ് AK സിക്രിയുടെയും ഭൂരിപക്ഷ വിധിയിലൂടെ അലോക് വർമ്മയെ CBI സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ നിലപാടിനെ സിക്രി പിന്തുണച്ചതാണ് വിവാദമായത്. അലോക് വർമ്മ വിഷയത്തിൽ അന്വേഷണം നടത്തിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് AK പട്നായിക്കും മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറും ഉന്നതതല സമിതിയുടെ തീരുമാനത്തെ വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം NDA മുന്നണിയുടെ ഭാവി പ്രതീക്ഷകളെ ഉലച്ചുവെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ രാംവിലാസ് പാസ്വാൻ അറിയിച്ചു. മുന്നോക്ക സംവരണത്തിലൂടെ ഇത് മറികടക്കാനാകും എന്നാണ് പ്രതീക്ഷ. അതേസമയം സമാജ്വാദി BSP സഖ്യത്തിന് പിന്തുണയുമായി ലാലു പ്രസാദ് യാദവിന്റെ RJD, തേജസ്വി യാദവ്, മായാവതി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ ആത്മവിശ്വാസത്തിൽ കുറവ് വന്നത് ആദ്യമായി തുറന്നു പറയുകയാണ് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം മുന്നണിയെ ഉലച്ചുവെന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ പാസ്വാൻ ചൂണ്ടിക്കാട്ടി. ഇത് മറികടക്കാൻ മുന്നോക്ക സംവരണ ബില്ലിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഭരണഘടനാ ഭേദഗതി പാസാക്കിയതിനാൽ ബില്ലിന്റെ നിയമസാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ല എന്നും രാംവിലാസ് പാസ്വാൻ പറഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മുന്നോക്ക സംവരണ നിയമം ഗുജറാത്തിൽ പ്രാബല്യത്തിലായി. നിലവിൽ നടക്കുന്ന നിയമനങ്ങളിൽ മുന്നോക്ക സംവരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാണി അറിയിച്ചു. അതേസമയം UPയിൽ രൂപീകരിക്കപ്പെട്ട SP-BSP സഖ്യത്തിന് പിന്തുണയേറുന്നു. ബീഹാറിൽ നിന്നും RJD നേതാവും ലാലു പ്രസാദ് യാദവിന്റെ പുത്രനുമായ തേജസ്വി യാദവ് ലക്നൌവിലെത്തി മായാവതിയുമായി കൂടിക്കാഴ്ച നടത്തി. സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ബീഹാറിലും BJPയെ തോൽപ്പിക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്ന് തേജസ്വി യാദവ് അറിയിച്ചു. സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കോൺഗ്രസ് സമാജ്വാദി വിമത നേതാവായ ശിവപാൽ യാദവുമായി ചർച്ച നടത്തി. ശിവപാലിന്റെ PSPക്ക് സീറ്റ് നൽകിയേക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം SP-BSP പിന്തുണ പാർലമെന്റിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മഹാരാഷ്ട്രയിലാകട്ടെ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ കോൺഗ്രസുമായി പൂർത്തിയായി വരുന്നതായി NCP അധ്യക്ഷൻ ശരത് പവാർ അറിയിച്ചു. 8 സീറ്റിലാണ് തർക്കം. ആകെയുള്ള 48 സീറ്റിൽ 40 സീറ്റിലും ധാരണയായി. അടുത്ത മാസം പകുതിയോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്ന കണക്കുകൂട്ടലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ട് തന്നെ UPക്ക് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലും സഖ്യ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. വനിതകൾക്കും ട്രക്കിംഗ് അനുവദിച്ച ശേഷമുള്ള ആദ്യ അഗസ്ത്യാർകൂട യാത്രയ്ക്ക് തുടക്കം. രാവിലെ 9 മണിക്ക് ആദ്യ സംഘം യാത്ര തിരിച്ചു. ഡിഫൻസ് PRO ധന്യ സനലാണ് സംഘത്തിലെ ആദ്യ വനിത. 47 ദിവസത്തെ യാത്രയ്ക്ക് രജിസ്റ്റർ ചെയ്ത 4700 പേരിൽ 100 പേർ വനിതകളാണ്. അഗസ്ത്യാർകൂട യാത്രയ്ക്ക് വനിതകൾക്ക് അനുമതി ഇല്ലാതിരുന്ന സാഹചര്യം മാറിയത് ഹൈക്കോടതി ഉത്തരവിലൂടെയാണ്. കോഴിക്കോട് പയ്യോളിയിൽ CPIM പ്രവർത്തകരായ ദമ്പതികളുടെ വീടിനു നേരെ ബോംബർ. അയനിക്കാട് പുളിയുള്ള വളപ്പിൽ സത്യൻ, ബീന എന്നിവരുടെ വീടിനു നേരെയാണ് അക്രമം. സംഭവത്തിൽ 3 RSS പ്രവർത്തകരെ പയ്യോളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രി 12 മണിയോടെയാണ് പയ്യോളി അയനിക്കാട് വീടിനു നേരെ ബോംബേറുണ്ടായത്. CPIM പ്രവർത്തകരായ സത്യൻ, ബീന ദമ്പതികളുടെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. സ്ഫോടനത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ഫർണിച്ചറുകൾക്കും കേടുപാടുണ്ട്. ബൈക്കിലെത്തിയ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സൂചന. സംഭവത്തിന് പിന്നിൽ RSS ആണെന്ന് CPIM ആരോപിച്ചു. സത്യൻ CITU ചെത്തുതൊഴിലാളി യൂണിയൻ പ്രവർത്തകനും ഭാര്യ ബീന മഹിളാ അസോസിയേഷൻ വില്ലേജ് കമ്മിറ്റി അംഗവുമാണ്. 12 മണിയാകുമ്പോഴത്തേക്കാണ് ഒച്ച കേട്ടിട്ട് അകത്തോട്ടം പുകയാണ് കാണുന്നത്. പിന്നെ എന്തെന്നാണെന്നും തിരിയുന്നില്ല. ഞാനും ഭർത്താവ് വന്നപ്പം പിന്നെ ഒന്നും ആരെയും തുത്തനെ ഞാനിതായിപ്പോയി. സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. സംഭവത്തിൽ കേസെടുത്ത പയ്യോളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെന്ന് സംശയിക്കുന്ന 3 RSS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അക്ഷയ്, സെന്തിൽകുമാർ, അഭിമന്യു എന്നിവരാണ് പയ്യോളി പോലീസിന്റെ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
നെടുമങ്ങാട് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ദളിത് യുവാവിനെ ബിജെപി പ്രവർത്തകരായ സ്ത്രീകൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയായ ബിജെപി പ്രവർത്തകനെ പോലീസിന് കാണിച്ചു കൊടുത്തു എന്നവർ ആരോപിച്ചായിരുന്നു മർദ്ദനം. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ദീപകിനെയാണ് ഒരു സംഘം ബിജെപി പ്രവർത്തകരായ സ്ത്രീകൾ ആക്രമിച്ചത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബാക്രമണം നടത്തിയ കേസിൽ ബിജെപി പ്രവർത്തകനായ രതീഷിനെ കഴിഞ്ഞ ദിവസം വീട് വളഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രതീഷിന്റെ വീട് പോലീസിന് കാണിച്ചു കൊടുത്തു എന്നാരോപിച്ചാണ് ബിജെപി പ്രവർത്തകരായ ഒരു സംഘം സ്ത്രീകൾ ദീപകിനെ ആക്രമിച്ചത്. ഒരു പുലയന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് നീ പോലീസുകാരെ അടിച്ച ഇതിൽ RSS പ്രവർത്തകരെ കാണിച്ചു കൊടുക്കുമടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്രമിക്കുകയും കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ദീപകിനെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ദീപക് തങ്ങളെയാണ് ആക്രമിച്ചതെന്ന് ആരോപിച്ച് ബിജെപി പ്രവർത്തകരായ സ്ത്രീകൾ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ്. ബോംബാക്രമണ കേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടെ ഭാര്യയെയും നവജാത ശിശുവിനെയും പോലീസ് ആക്രമിച്ചെന്ന വ്യാജ പ്രചരണം പ്രതിയുടെ വെളിപ്പെടുത്തലോടെ പൊളിഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് ദളിത് യുവാവിനെ ഒരു സംഘം ബിജെപി പ്രവർത്തകരായ സ്ത്രീകൾ ആക്രമിച്ച ശേഷം സ്വയം ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 4ാമത് എഡിഷൻ സമാപിച്ചു. 4 ദിവസമായി 5 വേദികളിൽ വിവിധ സെഷനുകളിൽ ചർച്ചകളും സംവാദങ്ങളും നടന്നു. സാംസ്കാരിക, സിനിമ, മാധ്യമരംഗത്തെ നിരവധി പ്രമുഖർ KLF വേദിയിൽ ഇത്തവണയും സംഗമിച്ചു. ചർച്ചകളും സംവാദങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു 4 ദിവസം കോഴിക്കോട് കടപ്പുറം. ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നുമായെത്തിയ പ്രമുഖരുടെ പങ്കാളിത്തം KLFനെ ശ്രദ്ധേയമാക്കി. കാണികളുടെ സജീവ സാന്നിധ്യവും ഇടപെടലും എടുത്തു പറയേണ്ടതു തന്നെ. ട്രാക്കിംഗ് ഇന്ത്യ ഇൻ മോഡി ഇറ എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകളെ വിമർശിച്ചും പരിഹസിച്ചും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായി സംസാരിച്ചു. Because then the political leader also sees value in being seen with cinema stars because the video will go viral. Maybe if he's seen with 15 farmers, nobody will see it. So I think we are all responsible in a way. We are also allowing our leaders to sort of live in this little bubble of theirs. We don't as citizens hold our leaders accountable enough in my view. അവസാന ദിവസം ബഹിരാകാശ ശാസ്ത്രം, കേരളം, മീശയ്ക്ക് ശേഷം മുലച്ചിപ്പറമ്പ് മുതൽ ശബരിമല വരെ അകറ്റി നിർത്തിയവരുടെ അവകാശങ്ങൾ, കാഴ്ചയെ സെൻസർ ചെയ്യുമ്പോൾ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടന്നു. DC കിഴക്കേമുറി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കവി K. സച്ചിദാനന്ദൻ ഫെസ്റ്റിവൽ ഡയറക്ടറായ സമിതിയാണ് KLF സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കക്കാടംപൊയിലിൽ ആദിവാസി യുവതി ഷോക്കേറ്റ് മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. രാധികയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൂമ്പാറ സ്വദേശി ഷെരീഫിനെ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു. വായ്പയായി നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ടതാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഈ മാസം 8-ന് കക്കാടംപൊയിലിലെ കൃഷിസ്ഥലത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ രാധികയുടെ മരണമാണ് പോലീസ് അന്വേഷണത്തിലൂടെ കൊലപാതകമെന്ന് വ്യക്തമായത്. പോസ്റ്റ്മോർട്ടത്തിൽ രാധികയുടെ കൈവിരലിൽ വയർ ചുറ്റിയതിന്റെ പാടുകൾ കണ്ടെത്തിയത് സംശയമുണർത്തി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് രാധികയ്ക്കൊപ്പം 8 വർഷമായി വാഴകൃഷി നടത്തി വന്ന ഷെരീഫിലേക്ക് എത്തിച്ചത്. പലപ്പോഴായി രാധികയിൽ നിന്നും വാങ്ങിയ 1 ലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് താമരശ്ശേരി DYSP P. ബിജുരാജ് പറഞ്ഞു. കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി സംശയം ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ 9 വർഷത്തോളമായി അവിടെ ഒരു ജോലി ചെയ്യുന്ന ഷെരീഫ് എന്ന് പറഞ്ഞ അവനും ഈ സ്ത്രീയും തമ്മിൽ സാമ്പത്തികമായിട്ട് തർക്കമുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കത്തിൽ ഷെരീഫ് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. വാഴകൃഷിക്കായി ഇവർ വൈദ്യുത മോഷണം നടത്തിയതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. താമരശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ഷെരീഫിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖർക്കുള്ള ലേൺ എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്തു. സംഗീത രംഗത്ത് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥും, ആരോഗ്യരംഗത്ത് ഡോക്ടർ Y. നാസറും, വ്യാവസായിക രംഗത്ത് ജ്യോതിഷ് കുമാറും, നിയമരംഗത്ത് അഡ്വക്കേറ്റ് ജയചന്ദ്രനും, സാമൂഹ്യ സേവന രംഗത്ത് ഡോക്ടർ രാധാകൃഷ്ണനും അവാർഡുകൾ ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ് സ്ഥാപകൻ മെൽവിൻ ജോൺസിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഡിസ്ട്രിക്ട് ഗവർണർ ജോൺ G. കൊട്ടര, K. സുരേഷ്, AG. രാജേന്ദ്രൻ, V. പരമേശ്വരൻകുട്ടി എന്നിവർ സംസാരിച്ചു. അമേരിക്കയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ മാധ്യമരംഗത്തെ മികച്ച സംവാദകനുള്ള പുരസ്കാരം
കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MLA അവാർഡ് സമ്മാനിച്ചു. 25,000 രൂപയും പ്രശംസാ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യുന്ന അന്യോന്യം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയാണ് ചന്ദ്രശേഖരനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഡോക്ടർ D. ബാബു പോൾ, KM റോയ് എന്നിവരുൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. മാതൃഭൂമിയിലെ ഉണ്ണി ബാലകൃഷ്ണന് മാധ്യമ രത്നം അവാർഡ്, ജോസി ജോസഫിന് മാധ്യമശ്രീ പുരസ്കാരം ഉൾപ്പെടെ മാധ്യമരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് വിരുദ്ധമായി സംഘപരിവാർ നിലപാട് സ്വീകരിച്ച പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ നടപടി കോൺഗ്രസിന് തിരിച്ചടിയാകും എന്ന് വിലയിരുത്തൽ. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണിയുടെ സ്ത്രീവിരുദ്ധ നിലപാട് ചർച്ചയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ ശക്തമായ എതിർപ്പാണ് ആന്റണി കഴിഞ്ഞ ദിവസം ഉയർത്തിയത്. യുവതീ പ്രവേശന വിധിക്കെതിരെ സംഘപരിവാർ സമാന നിലപാട് AK ആന്റണി സ്വീകരിച്ചതോടെ കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധതയാണ് മറനീക്കി പുറത്തുവരുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്ത്രീപ്രവേശന വിഷയം സ്വാഗതം ചെയ്യുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ചരിത്രവിധി കേരളത്തിലെ സംഘപരിവാറിനായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണി തള്ളിപ്പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ശബരിമല പ്രശ്നത്തിൽ സുപ്രീം കോടതിക്കും എടുത്തിയാട്ടമായി പോയതാണ് എന്റെ അഭിപ്രായം. കുറച്ചുകൂടി പക്വമായി കൈകാര്യണ്ടായിരുന്നു. സ്ത്രീക്ക് തുല്യ അവകാശമെന്ന കേന്ദ്ര നിലപാട് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ശബരിമല യുവതീ പ്രവേശന വിധിയെ ഇവർ ഇതുവരെ വിമർശിക്കാനോ തള്ളിപ്പറയാനോ തയ്യാറായിട്ടുമില്ല. എന്നാൽ ശബരിമല വിഷയം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാൻ സംഘപരിവാറിന്റെ അക്രമങ്ങളെ തലോടുക മാത്രമാണ് ഇരുവരും ഇതുവരെ ചെയ്തു വന്നത്. ഈ ഘട്ടത്തിലാണ് ഇവരെ മറികടന്നുള്ള AK ആന്റണിയുടെ കോടതി വിധി വിരുദ്ധ നിലപാട്. കേന്ദ്ര നേതൃത്വത്തിലുള്ള നേതാവ് ദേശീയ തലത്തിൽ ഒരഭിപ്രായവും സംസ്ഥാനത്തിലെത്തുമ്പോൾ മറിച്ചുള്ള അഭിപ്രായവും നടത്തുന്നത് ശരിയാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്ന ചോദ്യം. കേരളത്തിൽ വരുമ്പോൾ ഒരു നിലപാടും ദേശീയ തലത്തിൽ നിൽക്കുമ്പോൾ വേറൊരു നിലപാടും പറയുന്നത് ഒരു ദേശീയ നേതാവിന് ചേരുന്നതാണോ എന്ന ചോദ്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആന്റണിയുടെ സ്ത്രീവിരുദ്ധ നിലപാട് സാധാരണ കോൺഗ്രസുകാർ ആശങ്കയോടെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ആന്റണി നടത്തിയ പ്രസ്താവന രാഷ്ട്രീയമായും നിയമപരമായും ശരിയല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. AK ആന്റണി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് നിയമപരമായും ശരിയല്ല, രാഷ്ട്രീയമായി ശരിയല്ല, നിയമപരമായും ശരിയല്ല. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നിലപാട് നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഞ്ജു എന്ന യുവതി 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ 8-ാം തീയതി രാവിലെ 7:15-നാണ് മഞ്ജു ശ്രീകോവിലിൽ പ്രവേശിച്ചത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ വാർത്തകൾ പങ്കുവെക്കുന്നതിനായി രൂപീകരിച്ച ഓൺലൈൻ കൂട്ടായ്മയായ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ചിത്രങ്ങളും വീഡിയോയും സഹിതം വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ശബരിമല 18-ാം പടി ചവിട്ടി സന്നിധാനത്ത് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദളിത് മഹിളാ ഫെഡറേഷന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാവായ മഞ്ജു മുൻപും ദർശനത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും കഴിഞ്ഞിരുന്നില്ല. ഇക്കുറി പോലീസ് സുരക്ഷയില്ലാതെയാണ് ദർശനം നടത്തിയതെന്ന് മഞ്ജു പറയുന്നു. എന്നാൽ മഞ്ജു സന്നിധാനത്ത് എത്തിയത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരണങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ച് യുവതീ പ്രവേശനം സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമലയിൽ ദർശനം നടത്തിയതിന് പിന്നാലെ തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കനകദുർഗയും ബിന്ദുവും. സംഘപരിവാറിന്റെ ആക്രമണത്തെ ഭയക്കുന്നില്ലെന്നും അവർ പ്രതികരിച്ചു. കൊച്ചിയിൽ നടന്ന ആർപ്പോ ആർത്തവ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. അയ്യപ്പ ദർശനത്തിന് ശേഷം രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്ന കനകദുർഗയും ബിന്ദുവും ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആയുധത്തിനെതിരെ കൊച്ചിയിൽ ആർപ്പോ ആർത്തവ് എന്ന സംഘടന നടത്തിയ പരിപാടിയിലെ 2-ാം ദിവസമാണ് അപ്രതീക്ഷിതമായി കനകദുർഗയും ബിന്ദുവും എത്തിയത്. പോലീസിന്റെ സംരക്ഷണയില്ലാതെയാണ് എത്തിയതെന്ന് ഇരുവരും പറഞ്ഞു. സംഘപരിവാർ ഭീഷണികളെ ഭയക്കുന്നില്ലെന്നും പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. ഞാൻ കയറുന്ന സമയത്ത് പറഞ്ഞു എനിക്ക് അങ്ങനെ ഇവരെ ഭയമില്ല. ഇപ്പോഴും എനിക്ക് ഈ പറയുന്ന എതിർപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളെ ഞാൻ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് അവരെ പേടിയില്ല. യാഥാസ്ഥിതികരായ മനുഷ്യർ ഇറക്കിയ കലാപമാണ് ഞങ്ങൾ കയറിയ ഉടനെ പിറ്റേ ദിവസം കണ്ടത്. പക്ഷെ അത് ഭയന്നിട്ടല്ല ഞങ്ങൾ പിന്മാറി നിൽക്കുന്നത്. ഞങ്ങൾ കാരണം സാധാരണ ജനങ്ങൾക്ക് അവരുടെ സാധാരണ ജീവിതം വഴിമുട്ടിപ്പോകരുത്. തങ്ങൾ ദർശനം നടത്തിയതിന് പിന്നാലെ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടിക്കെതിരെ
സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കനകദുർഗയും ബിന്ദുവും പറഞ്ഞു. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് ഈ പറയുന്ന തന്ത്രി അവിടെ നടയടച്ച് ശുദ്ധീകരണ ഈ പറയുന്ന പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കെതിരായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. സംഘപരിവാർ ഭീഷണികളെ വെല്ലുവിളിച്ച് ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയും ബിന്ദുവും ആദ്യമായാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.